മണാലിയിലെ രണ്ടാമത്തെ ദിവസമാണ്. എല്ലാവരും രാവിലെ തന്നെ റെഡിയായി വണ്ടി കയറി. കുളു കസോൾ വഴി മണിക്കരൺ, അതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റിനറി. ദേ, നിങ്ങളാ പാലം കണ്ടോ? ഇവിടെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ടിബറ്റൻ ഫ്ലാഗ് കണ്ടത്. കുളുവിനോട് അടുക്കും തോറും ബിയാസിൻ്റെ തീരത്ത് ഫുൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആണ്. പാരാഗ്ലൈഡിങ്, ഹോട്ട് എയർ ബലൂൺ, റിവർ റാഫ്റ്റിംഗ്, സിപ്പ് ലൈൻസ്, അങ്ങനെ ഫുൾ ഓണാണ്. ഹോട്ട് എയർ ബലൂൺ കണ്ടപ്പോൾ എല്ലാവർക്കും കയറണം എന്നുണ്ടായിരുന്നു. ചെന്ന് തിരക്കിയപ്പോൾ നമ്മളെ ബലൂണിൽ കയറ്റിയിട്ട് അവർ ബലൂൺ 4 വശം കയറുകൊണ്ട് കെട്ടിവെക്കും, കറക്റ്റ് വെടില്ല. അതൊരു ത്രില്ലില്ലല്ലോ, അപ്പോൾ അത് കാരണം അതങ്ങ് വേണ്ടാന്ന് വെച്ചു. പിന്നെ ജയിത്തിന് പാരാഗ്ലൈഡിങ് ചെയ്യണം. ഞങ്ങൾക്ക് വേറെ ആർക്കും അത്രയ്ക്ക് ലെവൽ ഓഫ് അഡ്വഞ്ചർ ഇഷ്ടമില്ലാത്ത കാരണം അതും വേണ്ടാന്ന് വെച്ചു. പിന്നെ ചെന്ന് നിന്നത് കയറിയത് ഇവിടെയാണ്. Go more than आगे जाओ आगे आगे ऐसा बस ऐसा बैठ नहीं टर्न रहो उधर को हाँ ऐसा ओके वीडियो स्टार्ट है ओके कम ऑन गेट डाउन एक्सक्यूज मी ब्रदर हेलो टेक योर कमांड प्रॉपर्ली हां ओके कम Okay, again, come on, get down. റിവർ റാഫ്റ്റിങ്ങിനായിട്ട് നമുക്ക് പെർ ഹെഡ് 900 രൂപയാണ് ആയത്. പിന്നെ റെയിൻകോട്ടിൻ്റെ പൈസ 100 രൂപ അഡീഷണലായി. കൂടാതെ നമ്മുടെ വീഡിയോ അവരാണ് എടുത്തു തന്നത്, അതിന് പെർ ഹെഡ് ഒരു 200 രൂപ കൊടുക്കേണ്ടി വന്നു. Excuse me, brother, front side, down, take your position, eh? Okay, come back. റിവർ റാഫ്റ്റിംഗ് അടിപൊളിയായിരുന്നു. കുഞ്ചൂസ് വരെ അത് നന്നായി എൻജോയ് ചെയ്തു. Very good. Okay, all of you. And now say bye-bye in your camera first. Say bye-bye all of you. Bye-bye. ഇനി കസോൾ വഴി നേരെ മണിക്കരൺ. കസോളിൻ്റെ വൈബ് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. എൻ്റെ ക്യാമറാമാൻ അവിടുത്തെ വൈബ് ആസ്വദിച്ചിരുന്നു. ക്യാമറ ഓണാക്കാൻ മറന്നു. അങ്ങനെ പാർവതി വാലയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ മണിക്കരണിലേക്ക് യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ മണിക്കരൺ എത്തി. ഇവിടെ ഒരു നാച്ചുറൽ ഹോട്ട് സ്പ്രിങ്ങും ഉണ്ട്, ഒരു ഗുരുദ്വാരയുണ്ട്. ഹിന്ദുക്കളും സിഖുകാരും ഒരുപോലെ ആരാധിക്കുന്ന ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രമാണ് മണിക്കരൺ ഗുരുദ്വാര. ഗുരുദ്വാരയുടെ മുന്നിലായി നമുക്കൊരു നാച്ചുറൽ ഹോട്ട് സ്പ്രിങ് കാണാൻ പറ്റും. പിന്നീടാണ് മനസ്സിലായത് ഗുരുദ്വാരയുടെ മുന്നിൽ മാത്രമല്ല, ഗുരുദ്വാരയുടെ അകത്തും അതിൻ്റെ സമീപത്തുമായി ഇതുപോലെ ഒരുപാട് നാച്ചുറൽ ഹോട്ട് സ്പ്രിങ്സ് ഉണ്ടെന്ന്. ഞങ്ങൾ
ചെന്ന ദിവസം അവിടെ എന്തോ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് കാഴ്ചകളും കൂടെ കിട്ടി. അങ്ങനെ മണിക്കരൻ കാഴ്ചകളൊക്കെ കണ്ട് വൈകുന്നേരമായപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് മടങ്ങി.